ഒരുപാട് കാലമായിട്ടുള്ള ജനങ്ങളുടെയും പരിസരവാസികളുടെയും ആവശ്യമാണ് തിക്കോടി ടൗണിൽ ഒരു അണ്ടർപാസ്. ജനങ്ങളുടെ ആവശ്യം നോക്കാം. റോഡിന്റെ രണ്ടു സൈഡുകളിലായി 1000-ൽ പരം വീടുകളിലായി 5000-ൽ പരം ആളുകൾ താമസിക്കുന്ന പ്രദേശം രണ്ടായി വിഭജിക്കുന്ന രീതിയിൽ 2 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ NH66 പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗൻവാടി മുതൽ കോളേജ് തരം വരെയുള്ള വിദ്യാർത്ഥികളെയും ഹാർബറിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെയും യാത്രയെ ഇത് ബാധിക്കും. ഈ പ്രദേശത്തുള്ളവർക്ക് അസുഖം വന്നാൽ വൈദ്യസഹായം തേടാൻ പ്രയാസപ്പെടും. കൃഷി ഓഫീസ്, മൂടാടി, തിക്കോടി പഞ്ചായത്തുകൾ എത്തുന്ന ജനങ്ങളെയും തൊഴിലാവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ദിനംപ്രതി നെട്ടോട്ടം ഓടുന്ന നിരവധി റെയിൽവേ യാത്രക്കാരെയും ഇത് ബുദ്ധിമുട്ടിലാഴ്ത്തും. NHAIയുടെ വാദങ്ങൾ നോക്കാം. ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന അണ്ടർപാസ് തിക്കോടി ടൗണിലാണ്. എന്നാൽ ഇതിനു മുൻപ് ജനങ്ങളുടെ നിരന്തരമുള്ള ആവശ്യപ്രകാരം തിക്കോടി പഞ്ചായത്തിന് സമീപം അണ്ടർപാസ് സാങ്ഷൻ ചെയ്യുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ 2 അണ്ടർപാസുകൾ തമ്മിലുള്ള ദൂരം 1.05 കിലോമീറ്റർ ആണ്. 5/3 ബോക്സ് സ്ട്രക്ചർ അഥവാ അണ്ടർപാസ് നൽകാനുള്ള വെർട്ടിക്കൽ ക്ലിയറൻസ് ഈ ലൊക്കേഷനിൽ ഇല്ല. മാത്രമല്ല, ഈ ലൊക്കേഷനിൽ ഹൈവേയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇനിയൊരു അണ്ടർപാസ് ഇവിടെ ടെക്നിക്കലി ഫിസിബിൾ അല്ല. കൂടാതെ ജനങ്ങൾക്ക് തിക്കോടി പഞ്ചായത്തിന് സമീപമുള്ള അണ്ടർപാസ് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് NHAIയുടെ വാദം. നിരവധി വിദ്യാർത്ഥികളുടെയും വ്യാപാരികളുടെയും കർഷകരുടെയും യാത്രക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമുള്ള അഭ്യർത്ഥനകളും പ്രക്ഷോഭങ്ങളും മാനിച്ചുകൊണ്ട് NHAI തിക്കോടി ടൗണിൽ അണ്ടർപാസിന് വേണ്ടിയുള്ള പുനഃപരിശോധന നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നാളിതുവരെ നമ്മൾ കണ്ടുവരുന്ന റോഡുകളല്ല ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന NH66 ലോകാന്തര നിലവാരത്തിലുള്ള സയന്റിഫിക്കൽ പ്രൂവ്ഡ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡാണ് നിർമ്മിക്കുന്നത്. ഇത്രയും കാലം നമുക്ക് എവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും റോഡ് ക്രോസ് ചെയ്യാമായിരുന്നു. ഇതുമൂലം ഉണ്ടായ കേരളത്തിന്റെ തന്നേതായ പ്രവണതയാണ് എല്ലായിടത്തും അണ്ടർപാസ് വേണം എന്നുള്ള ആവശ്യം. പ്രാരംഭഘട്ടത്തിൽ അപ്രൂവ്ഡ് ആയി വരുന്ന ഹൈവേ ഡിസൈനിൽ നിന്ന് നിർമ്മാണം തുടങ്ങിയതിനു ശേഷവും പുതിയ സ്ട്രക്ചറുകൾ ഉൾക്കൊള്ളിക്കുന്നത് റോഡിന്റെ ഘടനയെയും ബലക്ഷയത്തെയും ഡ്യൂറബിലിറ്റിയെയും സാരമായി ബാധിക്കും. എല്ലാത്തിലും ഉപരി റോഡ് നിർമ്മാണത്തിന്റെ വേഗത കുറയാനും ഇത് ഇടയാകും. ജനങ്ങളുടെ ആവശ്യത്തെയും റോഡിന്റെ നിലവാരത്തെയും ബാധിക്കാത്ത രീതിയിൽ ഉചിതമായ നിലപാട് NHAI എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അണ്ടർപാസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ ചോദിച്ചറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.